ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷിനെ കണ്ടതും നിധി ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ തന്നെ വാതിലൊക്കെ ചാരി വരുമ്പോൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന കാര്യം. എന്നിട്ട് സുധീഷിനോട് ചോദിക്കും, ഇയാളിതുവരെ പോയില്ലേ, എന്താ പോവാതിരുന്നത്, ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് പറയും. അപ്പൊ നമ്മുടെ സുധീഷ് പറയും, എനിക്ക് അങ്ങനെ പോവാൻ പറ്റിയില്ല, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ പോവാ എന്ന് ചോദിക്കും. ഇയാളെ ഇങ്ങനെ തനിയെ വിട്ടിട്ട് എനിക്കങ്ങ് പോവാൻ പറ്റുന്നില്ല, എനിക്കൊരുമാതിരി വല്ലാത്ത പോലെ തോന്നുക, ഇയാളെ ഇവിടെ വിട്ടിട്ട് ഒറ്റയ്ക്ക് പോകുന്നത് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് പറ്റുന്നില്ല, അത് ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്ന് എന്ന് സുധീഷ് പറയുമ്പോൾ, എനിക്കൊന്നും സംഭവിക്കത്തില്ല, പക്ഷെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് പറയുന്നുണ്ട്. എന്റെ ചേട്ടനെ വല്ലാത്ത ദേഷ്യത്തിലാ, എന്തും സംഭവിക്കും, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല, അപ്പോ പെട്ടെന്ന് അങ്ങ് പോ, ഞാൻ പോയി എന്നാ വിചാരിച്ചേ എന്ന് നിധി പറയുമ്പോ സുധീഷ് അങ്ങ് ചോദിക്കും, ഇയാൾ ഓക്കെ ആണോ? അതെ ഓക്കെ ആണ്. അതല്ല, ഞാൻ പോയി കഴിഞ്ഞാൽ ഇയാൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ, അതെ ഓക്കെ ആണ്. അപ്പൊ നമ്മുടെ സുധീഷ് ചിന്തിക്കുന്നുണ്ടാവും, ഇവളോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താന്നുള്ള കാര്യം. അങ്ങനെ ഒരു ചിരി ചിരിച്ച് നിൽക്കുവാട്ടോ. പിന്നെയും നമ്മുടെ നിധി, ഒന്ന് പോ പ്ലീസ്, ഇവിടെ നിന്ന് പോ എന്ന് തന്നെ പറയുമ്പോ സുധീഷ് പറയും, ഇങ്ങനെ പോ എന്ന് പറയാതെ ഞാൻ പൊക്കോളാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറയുമ്പോ, ശരി ഇയാൾ ആദ്യം വീട്ടിലേക്ക് കയറാൻ നോക്ക്, അതിനുശേഷം ഞാൻ പൊക്കോളാന്ന് പറയണേ. അപ്പോ സുധീഷ് ബാക്ക് അടിച്ച് ഇങ്ങനെ വരും. എന്നിട്ട് കുറച്ചു നേരം നിധിയെ തന്നെ നോക്കി നിന്നിട്ട് അങ്ങ് പോവേ. നിധിയാണെങ്കിൽ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയതും വീട്ടിലെത്താൻ നേരത്ത് തിരിഞ്ഞങ്ങ് നോക്കുമ്പോൾ സുധീഷിനെ കാണാനില്ല. അപ്പോ നിധിക്കും ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോ നിധി ഓർക്കുന്നുണ്ട്, നിധിക്ക് വേണ്ടി ഒരുപാട് അടിയൊക്കെ വാങ്ങിച്ചു കൂട്ടിയതല്ലേ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കേ. സുധീഷ് ആണെങ്കിൽ നിധിയെ കുറിച്ച് തന്നെയായിരിക്കും ഓർക്കുന്നത്. ഭക്ഷണം കിട്ടാതായപ്പോ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതും അതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. പിന്നീട് കണ്ണും പൂട്ടിയിട്ട് താലി കെട്ടുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് സുധീഷ് ഓർക്കുന്നുണ്ട്, ഞാൻ എന്തിനു പോണം നിധിയെ വിട്ടിട്ട്, നിധി ഇപ്പൊ എന്റെ ഭാര്യയല്ലേ, അവൾക്ക് ഞാൻ ഭർത്താവല്ലെങ്കിലും ഞാൻ ആദ്യമായിട്ട് താലി കെട്ടിയ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുവാണ് കേട്ടോ.